4 പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ യുവത്വത്തിൻ്റെയും വിദ്യാർത്ഥിത്വത്തിൻ്റെയും കൊടിവാഹകരായി ഇന്ത്യയിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ മൂവർണ്ണക്കൊടിയുടെയും മൂന്നക്ഷരത്തിൻ്റെയും പുതിയ കാലയളവിലേക്കുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുകയും അവരെ പ്രഖ്യാപിക്കുകയും അവർക്ക് സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരർത്ഥത്തിൽ സന്തോഷദായകമായ, മറ്റൊരർത്ഥത്തിൽ ഉത്തരവാദിത്വത്തിൻ്റെയും കനപ്പെട്ട കടമയുടെയും ഭാരം പേറുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമകാലികമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമീകരിക്കാൻ കഴിയാത്ത അതിൻ്റെ ദൗത്യനിർവഹണവുമായി സജീവമായി, സക്രിയമായി, ക്രിയാത്മകമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അത് മുന്നോട്ട് പോവുകയാണ്. SIO-വിൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വ്യത്യസ്തങ്ങളായ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്കും വലിയ വലിയ ഷിഫ്റ്റുകൾക്കും രംഗമൊരുങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം അത്തരം മാറ്റങ്ങളെയും ഷിഫ്റ്റുകളെയും അഭിമുഖീകരിക്കുകയും അത്തരം ഘട്ടങ്ങളിൽ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം നിർവഹിക്കേണ്ടുന്ന കടമകൾ യഥാവിധി നിർവഹിച്ചു പോരുകയും ചെയ്ത അഭിമാനകരമായ അസ്തിത്വമുള്ള 4 പതിറ്റാണ്ടുകളെ നമ്മൾക്ക് കണ്ടെടുക്കുവാൻ കഴിയും. അതിൻ്റെ തുടർച്ചയിലേക്കാണ് പുതിയ നേതാക്കളും പുതിയ കാലഘട്ടവും പുതിയ പ്രവർത്തന കാലവും കടന്നു വരാൻ പോകുന്നത്. നാം പെരിന്തൽമണ്ണയിൽ ഒരുമിച്ച് ചേരുന്ന ഈ സന്ദർഭം എന്ന് പറയുന്നത് സവിശേഷകരമായ ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഡിസംബർ 7-നാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ ഈ പരിപാടിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയുടെ മുകുളങ്ങളിലെല്ലാം ബാബരിയുടെ മുനാരങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വ്യത്യസ്തങ്ങളായ മസ്ജിദുകളിലേക്ക് ഹിന്ദുത്വയുടെയും സംഘപരിവാറിൻ്റെയും കൈകടത്തലുകളുടെ ചരിത്രവും ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചുകൂട്ടിയത്, ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. ബാബരിയെക്കുറിച്ച് ഓർമ്മിക്കാതെ, ബാബരിയെ ഓർമ്മകളിൽ നമ്മൾക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മൾക്കതിൽ നിന്ന് എടുത്തു മുന്നോട്ട് പോകുവാനുള്ള ദൗത്യ നിർവഹണത്തെക്കുറിച്ചുമുള്ള നിരന്തരമായ ഓർമ്മകളിലൂടെ തന്നെയാണ് SIO കഴിഞ്ഞ കാലങ്ങളെല്ലാം കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബാബരി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ബാബരി തകർത്തത് അനീതിയാണെന്നും ബാബരിയുടെ മണ്ണിൽ ബാബരി മാത്രമാണ് നീതിയെന്നും ഇന്ത്യയുടെ തെരുവിൽ ആദ്യമായി പ്രഖ്യാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് SIO ആണ് എന്ന് നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും. അത് ബാബരിയുടെ ധ്വംസനത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല. നമുക്കറിയാം, ബാബരി എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പൊളിക്കപ്പെട്ട ഒരു പള്ളിയല്ല, പല സന്ദർഭങ്ങളിലായി പൊളിക്കപ്പെട്ട ഒരു പള്ളിയുടെ പേര് കൂടിയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ജുഡീഷ്യൽ കർസേവ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദിന്റെ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ പൊളി മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചതിന് ശേഷവും ബാബരിയുടെ മണ്ണിൽ ബാബരി മാത്രമാണ് നീതി എന്ന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും തെരുവിൽ ആദ്യമായി പ്രഖ്യാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരും SIO ആണ് എന്ന് നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സമ്പൽ ഷാഹിയിലേക്ക് SIOയുടെ സർവേ കടന്നു വരുമ്പോൾ
ഗ്യാൻവാപിയിലേക്ക് സർവേ കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളികളുടെ പിന്നാമ്പുറങ്ങളിലേക്കും താഴ്വാരങ്ങളിലേക്കും ഹിന്ദുത്വയുടെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കടന്നു വരുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ദൗത്യം വർദ്ധിച്ചു വരികയാണ്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മുടെ മനസ്സാന്നിധ്യം കൊണ്ടും ഈമാന് കൊണ്ടും കൂടുതൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടുന്ന, നമ്മുടെ ദൗത്യം നിർവഹിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അണിയായും നേതാവായും ഒക്കെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര അനായാസകരമായി നിർവഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മോടൊപ്പം, നമ്മുടെ കൂടെ ഈ പാതയിൽ മുന്നോട്ട് പോയ ധാരാളം ആളുകൾ ജയിലറകൾക്കുള്ളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭരണകൂടത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭീകരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പിടികൂടലുകൾക്കും ഇടയിൽ തന്നെയാണ് പ്രിയമുള്ള സഹപ്രവർത്തകരെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ ഈ മൂവർണ്ണക്കൊടിയുടെ പിന്നിലായി SIOവിന്റെ സഹപ്രവർത്തകർ അണിനിരക്കുന്നതും അവരുടെ സാമൂഹിക രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിലെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ക്യാമ്പസുകളിൽ, ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഈ സംഘത്തിന്റെ കൊടിയും ഈ മൂവർണ്ണ സംഘത്തെയും നിങ്ങൾ കണ്ടെടുക്കുവാൻ കഴിയും. ഹിന്ദുത്വയുടെയും സമാനമായ സ്വഭാവത്തിലുള്ള സർക്കാരുകളുടെയും പോലീസിന്റെയും മർദ്ദനങ്ങൾക്കും അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുറകൾക്ക് മുമ്പിൽ അടിയൊടുങ്ങാതെ, അവർക്ക് മുമ്പിൽ അടിപതറാതെ, അവർക്ക് മുമ്പിൽ എല്ലാം വെച്ച് മുന്നോട്ട് പോവുക എന്നതല്ലാതെ ധൈര്യശാലികളായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾക്ക് ഈ സംഘത്തെ ഈ ക്യാമ്പസുകളിലും തെരുവുകളിലും നമ്മൾ കണ്ടെടുക്കുവാൻ കഴിയും. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ആ ദൗത്യപാതയിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ശക്തരായി, കൂടുതൽ സമർപ്പിതരായി മുന്നോട്ട് പോകുവാനുള്ള കാലയളവ് കൂടിയാണ് നമ്മൾക്ക് കടന്നു വരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, SIOവിൻ്റെ ദേശീയ തലത്തിൽ SIOവിനെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ള അബ്ദുൽ ഹഫീസ് സാഹിബിനും, അനീസ് സാഹിബിനും, തശ്രീഫ് സാഹിബിനും, വാഹിദ് സാഹിബിനും അടക്കമുള്ള SIOവിൻ്റെ കേന്ദ്ര നേതൃത്വം ഈ ഹിന്ദുത്വയുടെ കിരാതമായ ഭരണ നിർവഹണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ വ്യത്യസ്തങ്ങളായ സാമൂഹിക പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നെഞ്ചൂക്കോടുകൂടെ അഭിമാനകരമായ അസ്തിത്വത്തോടുകൂടെ തന്നെ മുന്നോട്ട് നയിക്കാൻ, ഏറ്റവും സുസംഘടിതമായ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള നേതാക്കൾക്ക് താക്കത്തും ഈമാനികമായ കരുത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരോടൊപ്പം നിലനിൽക്കുക, അവർക്കൊപ്പം നിലയുറപ്പിക്കുക, അവരുടെ പിന്നണിയിൽ അവർക്ക് ശക്തിയായി നിലനിൽക്കുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അവർക്കൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന ആത്മാർത്ഥമായ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ഈ സന്ദർഭമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, SIOവിന്റെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പിന്തുണയും നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള സഹകരണവും ഉണ്ടാകണം എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന, ഏറ്റവും കിരാതമാകുന്ന ഭരണകൂട പദ്ധതികളും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ ക്രമങ്ങളും വരുമ്പോ ഒതുങ്ങാനല്ല, ഏതെങ്കിലും മാളത്തിൽ ഒളിക്കാനല്ല, ഏതെങ്കിലും സൗകര്യപ്പെട്ട ഇടങ്ങളിലേക്ക് മാറി നിൽക്കാനല്ല, ഇസ്ലാം എന്ന് പറയുന്ന ദൗത്യ നിർവഹണ പാത, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സമഗ്രതയെ സ്വന്തം ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് നീതിയുടെ ശുഹദാക്കളായി, ശുഹദാ അബിൽ ഖിസ്ത്, നീതിയുടെ വാഹകരാകുവാൻ, അതിന് സാക്ഷികളാകുവാൻ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെ സാക്ഷികളാകുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് എന്നാണ് പ്രിയമുള്ള സഹപ്രവർത്തകരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, അങ്ങനെ ശുഹദാ അബിൽ ഖിസ്തായി, നീതിയുടെ വാഹകരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അനീതിയുടെ ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടം കൂടിയായിരിക്കും പ്രിയമുള്ള സഹപ്രവർത്തകരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ബാബരി സ്വാഭാവികമായും നമ്മൾ ഓർക്കേണ്ടി വരും. മറവിക്ക് വിട്ടുകൊടുക്കുവാൻ നമ്മൾക്ക് സാധ്യമാവുകയില്ല. നമ്മൾ ഈ തെരുവോരങ്ങളിലെല്ലാം വിളിച്ചതുപോലെ വിരാനങ്ങൾ പുനർജനിക്കുമെന്ന് നിരന്തരമായി നമ്മൾക്ക് പറയേണ്ടി വരും. സംബലിലെയും ഗ്യാൻവാപിയിലെയും പള്ളിയിലേക്ക്
ഹിന്ദുത്വയുടെ പദ്ധതികൾ ഇനി നമ്മൾ അനുവദിക്കില്ല എന്ന് നമ്മൾ കുച്ചേസ്തരം പറയേണ്ടി വരും. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ആ പദ്ധതികൾക്കെതിരെ, ഹിന്ദുത്വയുടെ പദ്ധതികൾക്കെതിരെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ സ്വഭാവത്തിൽ ഉയർന്നു നിൽക്കുവാൻ നമ്മൾക്ക് വരും കാലങ്ങളിൽ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ മാർഗത്തിൽ സ്വന്തം ജീവനും രക്തവും സമർപ്പിക്കുവാൻ സന്നദ്ധരായവരുടെ സ്വഭാവത്തിൽ ഏറ്റവും ശക്തരായി മുന്നോട്ട് പോകുവാൻ നമ്മൾ കഴിഞ്ഞാൽ വിജയം നമ്മൾക്കുള്ളത് മാത്രമാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കുള്ളത് മാത്രമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ കണികയിൽ നിന്ന്, ആ കരുത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ നമ്മൾ കഴിയുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള നേതാക്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വരും കാലങ്ങളിൽ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഏറ്റവും ആവേശകരമായ, ഏറ്റവും സക്രിയമായ, ക്രിയാത്മകമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിന് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.